പാടുമുള്ള ആളുകള് നമ്മളെ വളർത്തുന്നവരുണ്ടാവും, തളർത്തുന്നവരുണ്ടാവും. രണ്ട് രൂപത്തിലുണ്ടാവുക. അറിഞ്ഞുകൊണ്ട് വളർത്താൻ ശ്രമിക്കുന്നവരും അതേപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് തളർത്താൻ ശ്രമിക്കുന്നവരും. രണ്ടും ഒരുപോലെ തിരിച്ചറിയൽ നമ്മളുടെ ആവശ്യമാണ്, നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ ആളുകളെ സംശയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആളുകളെ സംശയിക്കാൻ പാടില്ല. അത് ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സോ ഗുഡ് മോർണിംഗ്, വെൽക്കം എവരി വൺ. ആളുകള് നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല രൂപത്തിൽ പോസിറ്റീവായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർ വെൽ വിഷേഴ്സ് ആയിരിക്കും, നമ്മുടെ ഗുണകാംക്ഷികളായിരിക്കും. ചില ആളുകൾ വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ടാവും. നമ്മുടെ പ്രശ്നം വളരെ ചെറുതാണ്. നമ്മൾ എല്ലാവരെയും കണ്ണടച്ചിട്ട് കൂളായിട്ട് സിമ്പിളായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും നമ്മൾ വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കരുത്. പക്ഷെ ഒരു ആൾക്ക് ഒരേ മാളത്തിൽ നിന്ന് ഒരുപാട് തവണ പാമ്പ് പിടിക്കാനുള്ള അവസരം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾ ഒരു സമയം പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മളുടെ സ്വപ്നങ്ങളെ വളർത്താനും തളർത്താനുമുള്ള ആളുകളെ തിരിച്ചറിയാൻ നമ്മൾ സാധിക്കണം. ഇനി അത് രണ്ടും തിരിച്ചറിയുന്നത് വലിയ ചാലഞ്ചാണ്. ചില ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഇതുപോലെ സാധിക്കണം എന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നം രണ്ട് രൂപത്തിലുള്ള ആളുകൾ പറയാതിരുന്നാൽ മതി. ചിലപ്പോഴൊക്കെ ചിലർ പറയും സ്വപ്നങ്ങളൊക്കെ പ്രഖ്യാപിക്കണം, ആളുകളെ മുഴുവൻ അറിയിക്കണം, എന്നിട്ട് ആളുകൾ നമ്മളെ ചലഞ്ച് ചെയ്യണം, ആളുകൾ നെഗറ്റീവായിട്ട് പറയണം, ആളുകൾ നമ്മളെ കളിയാക്കണം, എന്നിട്ട് അതിൽ നിന്ന് വാശിയോട് കൂടി വളരണം എന്നൊക്കെ പറയും. പക്ഷെ മനുഷ്യന്റെ മാനസികാവസ്ഥ വളരെ ശക്തി കുറഞ്ഞതായിട്ട് കാണുന്നു. ഈ അടുത്ത് പോസ്റ്റ് കോവിഡിലൊക്കെ പൊതുവെ കേരളത്തിലുള്ള നമ്മുടെ ചുറ്റുപാടിൽ ജനറലി ഉള്ള ആത്മഹത്യാ പ്രവണതകൾ മറ്റു പല കാര്യങ്ങളും കൂടിയതായിട്ടാണ് കാണുന്നത്. മനുഷ്യജീവന് പ്രാധാന്യം കുറഞ്ഞ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കാത്തൊരു കാലത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രണ്ടാളുകൾ തമ്മിൽ ജീവന് തമ്മിൽ പരസ്പരം ഭീഷണി ഉണ്ടാക്കി. വളരെ ചെറിയ കാര്യങ്ങൾക്ക്. അപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യന്റെ ജീവന് വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ആത്മഹത്യാ പ്രവണത, അതേപോലെ മറ്റുള്ളവരുടെ ജീവന് ഹാനി ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മാനസികമായ ശക്തി കുറഞ്ഞതുകൊണ്ടാണ്. ഇന്നലെ വാലിയന്റ് മൈൻഡ് എന്ന് നമ്മൾ കമ്പനിയിൽ കൊടുത്ത് വീഡിയോ റിലീസ് ചെയ്തതിനു ശേഷം ആളുകൾ ആ വാലിയന്റ് എന്നുള്ള പദത്തിന്റെ അർത്ഥം നോക്കിയോ ഇല്ല എന്ന് എനിക്കറിയില്ല. പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത്, ഓ ഇത് വാലിയന്റിന്റെ കൂടെ ഇന്ന് വാലന്റൈനും കൂടിയാണല്ലോ. ഇതിലുള്ള ആളുകളൊക്കെ ഡിക്ഷണറി ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ എടുത്തിട്ട് വാലിയന്റിന്റെ അർത്ഥം ഒന്ന് ശരിക്കും നോക്കണം. എന്താണ് വാലിയന്റിന്റെ അർത്ഥം? ആ രൂപത്തിൽ വാലിയന്റ് ആവുന്ന രൂപത്തിലേക്കുള്ള മനസ്സിനെ ഇന്നലത്തെ മുഴുവൻ സെഷനും ആ മനസ്സിന്റെ വാലിയന്റ് പദവിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോ മനസ്സിന് ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ മനസ്സ് തുറന്നു വെച്ച് അപകടം ഉണ്ടാക്കാതിരിക്കും. മനസ്സൊന്ന് ഫ്രീ ആയിട്ട് കൊണ്ടെടുക്കാം. ആകെയുള്ള പ്രശ്നം മനുഷ്യന് എന്തെങ്കിലും കിട്ടി ആരോടെങ്കിലും പറയണമെന്നുള്ള ടെൻഡൻസിയാണ്. ക്വാളിറ്റിയിലുള്ള വീക്ക്നെസ് ആണ്. അതൊക്കെ വീക്ക്നെസ് ആണ്, എമോഷണൽ വീക്ക്നെസ് എന്ന് പറയാം. എല്ലാം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ പറയുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ എനിക്കോ നിങ്ങൾക്കോ പലർക്കും അത്, നിങ്ങൾ പലപ്പോഴും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുക്കും. ഓവർനൈറ്റ് ചിലപ്പോൾ നടക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ മനസ്സ് വീക്കാവാതെ പോവാൻ, വീക്കാവാൻ സഹായിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഹ്യൂമൻ ബീങ്സും, അതുപോലെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് വരുന്ന തടസ്സം കണ്ടിട്ട്, ഓ ഇത് തടസ്സമാണല്ലോ ആദ്യം തന്നെ, അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിയേക്കാം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിലെ അപാകതയുള്ള ആളുകളും കാണാം നമുക്ക്. അത് ഏതോ ഒരു പാവപ്പെട്ട ഒരു പൂച്ച ഏതോ വടക്കേ ഭാഗത്ത്
വീട്ടിൽ നിന്ന് ഒരു മീനിന്റെ മണം കേട്ട് നമ്മൾ പോകുന്നതിന് മുമ്പിലൂടെ നടന്ന് അതിന്റെ മീൻ മണം പിടിച്ച് പോകുന്നത് കണ്ടിട്ട് അതിന്റെ നിറം കറുത്തതാണോ വെളുത്താണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിന് തകരാറുണ്ടാക്കുന്ന ആളുകളെയും കാണാറുണ്ട്. അപ്പോഴൊക്കെ അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാ ദിവസവും കുറുകെ പൂച്ച പോയാൽ 365 ദിവസം ആള് വീട്ടിൽ കിടക്കോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഉത്തരം ഇത് കേൾക്കുന്ന ഒരാൾ പിന്നീട് പറഞ്ഞാൽ മതി. അങ്ങനെ ആയാൽ അയാളുടെ ജീവിതം എന്താകും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം വികലമായ വിശ്വാസങ്ങളും അന്ധമായ വിശ്വാസങ്ങളും അനാചാരങ്ങളും ആചാരങ്ങൾക്ക് അപ്പുറത്തുള്ള അനാചാരങ്ങളും ഒക്കെ മനുഷ്യനെ എവിടെയോ കൊണ്ട് കെട്ടിക്കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകാൻ പറ്റില്ല. പലപ്പോഴും അത്തരത്തിലുള്ള മരണങ്ങളും ആത്മഹത്യയും കൊലപാതകങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള വികല വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ കാണാനും കേൾക്കാനൊക്കെ സാധിക്കാറുണ്ട്. ഏതായിരുന്നാലും ജീവിതത്തിൽ മുന്നോട്ട് പോക്ക് നടത്തുന്നതിന് തടസ്സമായി ഉണ്ടാക്കാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ തടസ്സം അറിഞ്ഞുകൊണ്ടാവില്ല പലപ്പോഴും തടസ്സം ഉണ്ടാക്കുന്നത്. ചിലർ തമാശക്കായിരിക്കും തടസ്സം ഉണ്ടാക്കുക, ചിലര് അവർക്ക് അറിവില്ലാതായിരിക്കും അവർ തടസ്സം ഉണ്ടാക്കുക. അവർ വലിയ സംഭവം എന്ന് വെച്ച ഒരു അഭിപ്രായം പറയും. അപ്പം അവരുടെയൊക്കെ അറിവില്ലായ്മ നമ്മളുടെ ശത്രുവാണ്. നമ്മളുടെ മാത്രം അറിവില്ലായ്മ അല്ല നമ്മുടെ ശത്രു എന്നുള്ളത് കൂടി തിരിച്ചറിയേണ്ടത് നമ്മുടെ ജോലിയാണ്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവർ പറയുന്ന കമന്റുകൾ നമ്മളുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു ഗംഭീര ശത്രുവാണ്. അപ്പൊ നമുക്കറിവില്ലാത്തത് മാത്രമല്ല ശത്രു, നമ്മുടെ ചുറ്റുപാടില്ലാത്തവർക്ക് അറിവില്ലാത്തതും വലിയ ശത്രുവാണ്. അപ്പൊ നമുക്ക് അറിവില്ല എങ്കിൽ നമ്മുടെ അറിവ് നമുക്ക് വളർത്താം. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, ചുറ്റുള്ള ആളുകളുടെ കൂടെയല്ലേ ജീവിക്കാൻ പറ്റൂ. അപ്പൊ ചുറ്റുള്ള ആളുകളുടെ അറിവ് വർദ്ധിപ്പിക്കണം. അപ്പൊ നമ്മളുടെ അറിവ് മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അവനവന് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, വാലിയന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവനവനെ കൊണ്ടുപോകണമെങ്കിൽ അവനവനെ അറിവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയും തന്റെ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് അതേ അറിവുകൾ എത്തിക്കുകയും ചെയ്യണം, എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് കൂടി വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശക്തിമത്തായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ തിരിച്ചറിവുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സോ എനിവേ, അറിവില്ലായ്മ നീക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ചാലഞ്ചാണ്. അതിനുവേണ്ടി ഈ യജ്ഞം മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. Okay, sir. Thank you, Thank you. sir. Thank you. Thank you. Thank you.